പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. മനോഹരമായ ഈ ചാപ്പല് കാണുന്നില്ലേ? ഇത് 18-ാം നൂറ്റാണ്ടിൽ ജോൺ വെസ്ലി എന്ന ദൈവദാസൻ ശുശ്രൂഷ ചെയ്ത ഒരു ചാപ്പലാണ്. അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗപീഠമാണ് ഇത്. ദൈവം അദ്ദേഹത്തെ ഉണർവിനായി തിരഞ്ഞെടുത്ത് ഇംഗ്ലണ്ടിൽ മുഴുവനും ഒരു വിശുദ്ധിയുടെ ഉണർവുണ്ടാക്കി. ഇന്നും ഈ ദേവാലയം മഹത്വമുള്ളതായിരിക്കുന്നത് അനുഭവിക്കാൻ സാധിക്കും. ഇവിടെ ഇപ്പോഴും ആരാധനയും ദൈവവേലയും നടക്കുന്നുണ്ട്. മെത്തഡിസ്റ്റ് ചർച്ച് ആരംഭിച്ച ദൈവദാസനാണ് ജോൺ വെസ്ലി എന്ന വ്യക്തി. ശരി, ദൈവം എനിക്ക് എന്ത് വാക്കാണ് ഇന്ന് തന്നിരിക്കുന്നത് എന്ന് ചോദിക്കാണോ? 1 കൊരിന്ത്യർ 1-ാം അധ്യായം 27-ാം വാക്യം. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാനായി ഭോഷത്വമുള്ളവരെ തിരഞ്ഞെടുക്കുന്ന ദൈവം. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. എനിക്കൊരു ജ്ഞാനവുമില്ല, ആത്മീക ബലവുമില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകാം. നിങ്ങൾക്ക് യോഗ്യതയൊന്നുമില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? നിങ്ങളെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. എനിക്കൊരുപാട് ജ്ഞാനമുണ്ട്, ബൈബിൾ നന്നായിട്ടറിയാം, ബൈബിൾ കോളേജിൽ ഡിഗ്രി എടുത്തിട്ടുണ്ട്, റവറൻഡ് ഡോക്ടർ എന്നിങ്ങനെയുള്ളവരെ ഉപയോഗിക്കുന്നതിനേക്കാൾ ഞാൻ യോഗ്യതയില്ലാത്തവനാണ് എന്ന് കരുതുന്നവരെയാണ് ദൈവം ഉപയോഗിക്കുക. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ എന്ന പട്ടണത്തിൽ യേശന്ന എന്ന ഒരു ദൈവദാസൻ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം 7 വർഷം ഭ്രാന്ത് പിടിച്ച് സ്വബോധമില്ലാതെ തെരുവിൽ കൂടി ഭിക്ഷ യാചിച്ചുകൊണ്ട് നടന്ന ഒരാളായിരുന്നു. താൻ ചെയ്യുന്നതെന്തെന്നറിയാതെ തന്നെത്താൻ സംസാരിച്ച് കുപ്പത്തൊട്ടിയിൽ നിന്നും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നയാളാണ്. ഒരു ദിവസം യേശു അയാളെ സമീപിച്ചു, നേരിട്ട് കണ്ട് വിമോചിപ്പിച്ച് ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്തു. അയാൾ 6-ാം ക്ലാസ് വരെയേ പഠിച്ചിട്ടുള്ളൂ, അതിലുമുപരി പഠിക്കാനുള്ള ജ്ഞാനമില്ല. ആ കാലത്ത് 6-ാം ക്ലാസ്സിൽ 2 വർഷം തോറ്റിരുന്നു. എന്നാൽ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്ത് ദൈവം അയാളെക്കൊണ്ട് 1000-ലുമുപരി തിരുസഭകൾ സ്ഥാപിക്കുകയുണ്ടായി. അനേകായിരം ശുശ്രൂഷകരെ അയാൾ മുഖേന ഉണ്ടാക്കിയെടുത്തു. അദ്ദേഹം മുഖാന്തിരം ഒരു വമ്പിച്ച അനുഗ്രഹം ഇന്നും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമെല്ലാം ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിലൂടെ തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ഇന്ത്യയിലെ പലയിടങ്ങളിലും വിദേശങ്ങളിലും സഭകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാനായി ഭോഷത്വമുള്ളവരെ തിരഞ്ഞെടുക്കുന്ന ദൈവം നിങ്ങളെയും ഉപയോഗിക്കും. നിങ്ങൾ സമർപ്പിച്ചാൽ മതി. ദൈവമേ, എന്നെയും ഉപയോഗിക്കണമേ. അങ്ങേക്കായി ഞാൻ പ്രയോജനപ്പെടണം. എന്നിലൂടെ അങ്ങയുടെ മഹത്വം വെളിപ്പെടണം. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം. എന്നെയും രക്ഷിക്കണമേ. എന്നെക്കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് ഏൽപ്പിച്ചാൽ മതി. ദൈവം ഉപയോഗപ്പെടുത്തും. എന്നെ ദൈവം ശുശ്രൂഷയ്ക്കായി വിളിച്ചപ്പോൾ എനിക്ക് ബൈബിളിനെ കുറിച്ചറിയില്ല, ശരിയായി പ്രാർത്ഥിക്കാൻ അറിയില്ല, പ്രസംഗിക്കാൻ അറിയില്ല. എങ്ങനെ ദൈവമേ എന്ന് ചോദിച്ചപ്പോൾ, നീ വാ, നിന്നെ സമർപ്പിച്ചാൽ മതി, ഞാൻ ഉപയോഗപ്പെടുത്തും എന്ന് പറഞ്ഞു. ഞാൻ സമർപ്പിച്ചു, അത്ര തന്നെ. ദൈവകൃപ എന്നെ വഴി നടത്തുന്നു. നിങ്ങളെയും സമർപ്പിക്കുമോ? ദൈവകരങ്ങളിൽ സമർപ്പിക്കുമോ? ദൈവമേ, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാനായി ഭോഷത്വമുള്ളവരെ ഉപയോഗപ്പെടുത്തുന്ന ദൈവമേ, ഈ മകനും ഈ മകളും അവരെ ഏൽപ്പിക്കുന്നു. അവരെ ഉപയോഗിക്കണമേ. ഉപയോഗിച്ച് ഇവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യണമേ. ഇവർക്ക് വിമോചനം നൽകണമേ. ഇവരെ കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യിക്കണമേ. അങ്ങയുടെ നാമം മഹിമപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റെഡീംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പുതിയ പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാൻ